ഞാനിതിൽ സൂസൻ എന്നുള്ള പോലീസ് കോൺസ്റ്റബിളിന്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ഞങ്ങൾ പോലീസിന്റെ പാർട്ട് വരുന്നത്. സോ ഇവരുടെ പോലെ കോമ്പിനേഷൻസ് ഭയങ്കര രസമാണ്. പിന്നെ ഒരു ബാച്ചിലർ ലൈഫിന്റെ ചെറിയൊരു സ്ലൈസ്, ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ, പല ബാച്ചിലേഴ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ ധ്യാന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു രസവും ഫണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശ്രീനിവാസ് സർ ഞങ്ങളൊക്കെ അത്രയും അഡ്മയർ ചെയ്യുന്ന ഒരു ആക്ടറുടെ കൂടെ കുറച്ച് സമയം സ്ക്രീൻ സ്പേസ് ഉണ്ടായി എന്നുള്ളത് വലിയ കാര്യം. ഞാനൊക്കെ ഒരുപാട് ആരാധനയോട് കൂടിയിട്ടാണ് അദ്ദേഹം നേരെ ഫ്രണ്ടിൽ വന്നിരുന്ന അഭിനയിക്കണമൊക്കെ നോക്കി നിന്നിട്ടുള്ളത്. ആക്ച്വലി അത് അഭിനയിക്കാറില്ല, ഞാനിങ്ങനെ ഭയങ്കര വണ്ടർ അടിച്ചു, ഓ മൈ ഗോഡ്, ഇത് ഇത്ര വലിയൊരു ചാൻസ് എന്റെ ലൈഫിൽ കിട്ടുമോ. കാരണം അദ്ദേഹത്തിന്റെ കൂടെ സ്ക്രീൻ സ്പേസ് എന്നുള്ളത് എനിക്ക് വലിയ കാര്യമായിരുന്നു. സോ അതൊരു വലിയ സന്തോഷം. നിങ്ങൾ എല്ലാവരും പടം കണ്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് യങ്സ്റ്റേഴ്സിന്റെ പടമാണ്, ഞങ്ങളുടെയൊക്കെ പലരുടെയും ആദ്യത്തെയും രണ്ടാമത്തെയും ഒക്കെ പടങ്ങളാണ്. അപ്പൊ എല്ലാവരും കാണും. താങ്ക് യു സോ മച്ച്. എല്ലാ സീരിയസ് പടങ്ങളല്ലേ ഇറങ്ങുന്നത്, അപ്പൊ ഒരു കുറച്ച് ചിരിക്കാനുണ്ട് ഇതിനകത്ത്, ഫാമിലിക്കും എല്ലാം ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് ദിവ്യദർശന്റെ അഭിനയം മറ്റുള്ള എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. പക്ഷെ ദിവ്യദർശൻ ഒരു ബ്രേക്ക് ആയിരിക്കും, കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു നമ്മുടെ ന്യൂ ജനറേഷൻ മുകേഷിന്റെ അനന്തരവനാണല്ലോ. ആ ഒരു മുകേഷിന്റെ ഒരു അഭിനയം ഇതിനകത്ത് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ദിവ്യദർശന്റെ അഭിനയത്തില്. അത് വലിയ നോട്ടീസായിട്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ട് അതിനെ കുറിച്ച്. അത്രയാണ് പറയാനുള്ളത്. ടോട്ടലി മൂവി നല്ല രസമുണ്ട്, ടൈം പോകുന്ന അറിയുന്നില്ല, ലാഗിങ് ഒന്നുമില്ല.